ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത് എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്യത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുലിഖിതം. ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിരമ്പുഴ കൺവെൻഷനിൽ ചെന്നപ്പോൾ ദൈവം എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പ്രവർത്തികളെ പ്രഘോഷിക്കുന്ന ഒരു ടീച്ചറെ അച്ഛൻ ശ്രദ്ധിച്ചു. ഞാൻ ആർപ്പൂക്കര സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ അധ്യാപികയാണ്. ആർപ്പൂക്കര അല്ലേ? ആർപ്പൂക്കരയിൽ നിന്നാണ് ടീച്ചർ വരുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ. എൻ്റെ പേര് ബീന. 2 വർഷം മുൻപ് സ്കൂളിലെ കുട്ടികളെ മത്സരത്തിന് കൊണ്ടുപോയി മടങ്ങുന്നത് വഴി ഞാൻ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയും ബസിന്റെ പിൻചക്രങ്ങൾ എൻ്റെ ഇടതുകാലിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. മുട്ടിന് താഴെയുള്ള എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങുകയും കാൽപാദം പൂർണ്ണമായും അരഞ്ഞു പോവുകയും ചെയ്തു. ഉടനെ തന്നെ എന്നെ തെള്ളകം മാതാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കി. കാലുകൾ രക്ഷിച്ചു കിട്ടുമോ എന്ന് പോലും ഡോക്ടേഴ്സ് ആശങ്കപ്പെട്ടതുകൊണ്ടും 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷവും നടന്ന മൈക്രോവാസ്കുലർ സർജറിയിലൂടെ അരഞ്ഞുപോയ ഞരമ്പുകളിൽ കുറേ ഭാഗം ചേർത്ത് വയ്ക്കുകയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എടുത്ത മസിലുകൾ പിടിപ്പിച്ച് പ്ലാസ്റ്റിക് സർജറി നടത്തുകയും ചെയ്തു. 6 മാസം ഞാൻ കാലുകൾ അനക്കാതെ വീട്ടിൽ കിടന്നു. തുടർന്നുള്ള ശസ്ത്രക്രിയകൾ എല്ല് പൊടിഞ്ഞതും ഓർത്തോ സംബന്ധവുമായ ബാക്കി എല്ലാ ശസ്ത്രക്രിയകളും പ്ലാസ്റ്റിക് സർജറി വെച്ച് പിടിപ്പിച്ച ഭാഗങ്ങൾ ഉണങ്ങിയതിന് ശേഷം നടത്താമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഈ സമയം ഫെബ്രുവരിയിൽ നാഗമ്പടത്ത് നടന്ന അഭിഷേകാഗ്നി 2 പ്രോഗ്രാമിൽ വീൽ ചെയറിലിരുന്നും കാറിലിരുന്നും ഞാൻ 2 ദിവസം വചന ശുശ്രൂഷയിൽ പങ്കെടുത്തു. രോഗശാന്തി ദിനത്തിൽ ബഹുമാനപ്പെട്ട സേവ്യർ ഖാനച്ചൻ എൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ആരാധനാവേളയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആക്സിഡന്റിൽപ്പെട്ട് അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങിയ ഒരാളുടെ അസ്ഥികൾ കൂടിച്ചേരുന്നുവെന്ന്. ഞാൻ ആ സമയം ശുശ്രൂഷ സമയത്ത് ഇല്ലായിരുന്നുവെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു. അവർ എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോൾ ഇനിയും ആവശ്യമുള്ള സർജറികൾ ഒഴിവായി എനിക്ക് കാലുകുത്തി നടക്കുവാൻ സാധിച്ചാൽ ഈ വിവരം സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ നേർന്നു. തുടർന്ന് നടന്ന ചെക്കപ്പുകളിൽ അസ്ഥികൾ പൂർണ്ണമായും യോജിച്ചതായും ഇനിയും സർജറികൾ ആവശ്യമില്ലാത്തതായും ഡോക്ടേഴ്സ് അറിയിച്ചു. ഇന്ന് എനിക്ക് സ്വന്തമായി ഡ്രൈവ് ചെയ്യുവാനും സ്കൂളിൽ പോയി പഴയതുപോലെ തന്നെ പഠിപ്പിക്കുവാനും സാധിക്കുന്നു. ആരോഗ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച് കഴിഞ്ഞ വർഷം നടന്ന അനന്തപുരി കൺവെൻഷനിൽ ഞാൻ ചികിത്സാർത്ഥം തിരുവനന്തപുരത്തായതിനാൽ ഈ വിവരം സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളാൽ അത് നടക്കാതെ പോയി. അനന്തപുരിയിൽ ഇതേപോലെ വലിയ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ വലിയ കൺവെൻഷൻ അനന്തപുരി നടന്നു. പക്ഷെ അന്ന് തിക്കും തിരക്ക് പറഞ്ഞ ടീച്ചർക്ക് അവിടെ സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷെ കർത്താവ് സ്വന്തം നാടായ അതിരമ്പുഴയിൽ തന്നെ ഈ സാക്ഷ്യം അറിയിക്കുവാൻ സാധിച്ചത് ദൈവം എനിക്ക് തന്ന വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അതിരമ്പുഴ പള്ളിയങ്കണമാണ് ഈ ഒരു സാക്ഷ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലം. ടീച്ചറെ ഇനിയും കർത്താവ് അനുഗ്രഹിക്കും. സൗഖ്യം പരിപൂർണമായി കൊടുത്തു. സ്വന്തമായി നടക്കാം, സ്റ്റെപ്പ് കയറാം, വാഹനം ഓടിക്കാം. അങ്ങനെ കർത്താവ് പരിപൂർണമായി കാലുകളെ ജീവൻ നൽകി അങ്ങ് അനുഗ്രഹിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ടയർ കയറി അരഞ്ഞങ്ങോട്ട് പോയി മസിലുകളും അസ്ഥിയൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞ് അതുപോലെ ഇനി തിരിച്ച് ഇത് ശരിയാകാൻ ഡോക്ടർമാർക്ക് പോലെ ഒരു ആശങ്കയായിരുന്നു.
പക്ഷെ പെട്ടെന്ന് ആ കൺവെൻഷന്റെ ആ ആരാധനയുടെ സമയത്ത് ഈശോ നൽകിയ വെളിപ്പാടനുസരിച്ച് അസ്ഥികൾ പൊടികളെല്ലാം കൂടിച്ചേർന്ന് അതോടുകൂടി അസ്ഥികൾ പെട്ടെന്ന് യോജിച്ച് ഇപ്പൊ സാധാരണ ആരോഗ്യമുള്ളവരെ പോലെ കർത്താവ് ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് കർത്താവ് ഇന്ന് വരെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊരിഞ്ഞ കോടിക്കണക്കിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. ഷാലോം ചാനലിലെ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് ലോകവ്യാപകമായി 10,000-കണക്കിന് കുടുംബങ്ങളിൽ ചൊരിഞ്ഞിട്ടുള്ള എണ്ണമറ്റ അത്ഭുത കൃത്യങ്ങളുണ്ട്, ദൈവിക ഇടപെടലുകളുണ്ട്. ഇതിനെല്ലാം നന്ദി പറഞ്ഞ് എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്ത് കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. മഹത്വവും ആരാധന അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ, സ്തുതികൾ അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ, ഈ ദാസനോട് കുടുംബത്തോടും ഈ കുടുംബാംഗങ്ങളോട് കാണിക്കുന്ന എല്ലാ കാര്യോടും നന്ദി പറയുന്ന കർത്താവേ, ഈ വംശത്തോട് കാണിക്കുന്ന കാര്യം നന്ദി പറയുന്ന കർത്താവേ, എല്ലാ ജനപദങ്ങളും ചേർന്ന് ആരാധിക്കുന്ന കർത്താവേ. ആരാധന 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 ആരാധന. ഗ്ലോറി 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 ഗ്ലോറി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, കർത്താവേ മഹത്വം യേശുവിന്. കൈയടിച്ച് കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഉണർവോടെ മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ ഏറ്റു പറയുന്നു, പാവങ്ങളാണ് കർത്താവേ, ചെറിയവരാണ് കർത്താവേ, അവരാണ് മഹത്വമുള്ളവൻ. മഹത്വം യേശുവിന്. കരങ്ങൾ ഉയർത്തിയടിച്ച് മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഈ സമൂഹത്തോട് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇത് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ആരാധിക്കുക. കുട്ടികൾ മാതാപിതാക്കളോട് ചേർന്ന് നന്നായിട്ട് കൈയടിച്ച് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുന്നു. മൺപാത്രങ്ങൾ ഗ്ലോറി ഗ്ലോറി. കാത്തതു നീ അല്ലയോ, നട്ടതും നനച്ചതും ഏറെ പെരുന്നാലും വളർത്തിയതോ നീ കരങ്ങളല്ലോ. ഉയർത്തിയടിച്ച് മഹത്വം യേശു. ഇരുകരങ്ങൾ ഉയർത്തി കൈയടിച്ച് മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം എല്ലാ സ്തുതികളും അവിടത്തേക്ക്, എല്ലാ ആരാധന അങ്ങേക്ക്. അവിടുന്നാണ് രാജാവ്. ഓ കുടുംബങ്ങൾ, ലക്ഷോപലക്ഷം കുടുംബങ്ങൾ കർത്താവിനെ ആരാധിക്കുന്ന സമയമാണിത്. പ്രിയ ദൈവമൈതലേ, വിശ്വാസം മങ്ങിയ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഉണരുക, ഹൃദയം തുറക്കുക, പാട്ടുപാടി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ അവിടുന്നാണ് സകലത്തിന്റെയും ഉറവിടം. ദൈവമേ, എന്റെ പിതാവ്, എന്റെ അപ്പൻ, എന്റെ സർവ്വവും നീ തന്ന ദാനമല്ലോ. കൈയടിച്ച് മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മുഴുവൻ ആരാധന മുഴുവൻ നമുക്ക് അങ്ങേക്ക് തരുന്നു. എല്ലാ കുടുംബങ്ങളെയും വേദനകളും സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാ കുടുംബങ്ങളും അത്ഭുതങ്ങളോട് നന്ദി പറയുന്നു. സകല അത്ഭുതങ്ങളോട് നന്ദി, സകല ഇടപെടലോട് നന്ദി, വിടുതലിനായി നന്ദി, സൗഖ്യത്തിനായി നന്ദി. ആരാധന 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 ആരാധന. മഹത്വം പിതാവേ, മഹത്വം മഹത്വം യേശുവിന്. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. സഭ മുഴുവനോട് ചേർന്ന് ആരാധിക്കുന്നു കർത്താവേ. എല്ലാ വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു, രക്തസാക്ഷികളോട് ചേർന്ന് ആരാധിക്കുന്നു, എല്ലാ രോഗികളെയും സമർപ്പിച്ച് ആരാധിക്കുന്നു, ഓരോ കുടുംബങ്ങളെ വേദന സമർപ്പിച്ച് ആരാധിക്കുന്നു, ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, തുതിപ്പിന്റെ
അഭിഷേകം നൽകണമേ. ദൈവാരാധന അഭിഷേകം നൽകണമേ. കൃപയുടെ അഭിഷേകം നൽകണമേ. ആരാധന 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 ആരാധന. കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. ഓ രാജാവേ, മഹത്വത്തിന്റെ കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, സകല സ്തുതികൾക്ക് യോഗ്യനായവനെ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് മാത്രമാണ് മഹത്വമുള്ളവൻ, അങ്ങ് മാത്രമാണ് മരണമില്ലാത്തവൻ. സ്തുതികളും പുകഴ്ചകളും ആരാധനകളും അങ്ങേക്ക് മാത്രം അർഹതപ്പെട്ടത്. സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തോബിത്തിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായി ഇരുന്ന് നമുക്ക് തുടർന്ന് ഈ വചന ശുശ്രൂഷകളിൽ പങ്കുചേരാം. ഈ അടുത്ത കാലത്ത് അച്ഛൻ ചില ആളുകളെ കണ്ടുമുട്ടി. അപ്പോൾ അവരുടെ ഉള്ളിൽ ലോകം ഒരു കള വിതച്ചിരിക്കുകയാണ്. എന്താണ് അവർ സംസാരിക്കുന്നത്? അവർ പറയുകയാണ്, എന്തിനാണ് ഈ ആളുകളെല്ലാം ഇങ്ങനെ അവരുടെ അനുഭവങ്ങൾ വിളിച്ചു പറയുന്നത്? അത് രഹസ്യമായി വെച്ചാൽ പോരെ? അതിങ്ങനെ പരസ്യമാക്കേണ്ട കാര്യമുണ്ടോ? ഈ സാക്ഷ്യങ്ങളൊക്കെ എന്തിനാണ്? ഈ അത്ഭുത പ്രവർത്തികളെ കുറിച്ച്, ദൈവം ചെയ്ത ഈ അത്ഭുതങ്ങളെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നത്? ആ സമയം കൂടി മറ്റ് വചന പ്രഘോഷണത്തിന് കൊടുത്താൽ അതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന് ചില ആളുകൾ ആത്മാർത്ഥമായി അവരുടെ ഉള്ളിലുള്ള കളചിന്തകൾ പങ്കുവെച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലും കടന്നു. അത് പലതവണ പ്രാർത്ഥനകൾക്ക് വെച്ച് പല ദൈവികമായ മനുഷ്യന്മാരോട് സംസാരിച്ച് അപ്പോൾ എനിക്ക് കിട്ടിയ ചില ഉൾക്കാഴ്ചകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 11 മുതൽ 19 വരെ തിരുലിഖിതങ്ങൾ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ നിലപാട് ഈ കാര്യത്തെക്കുറിച്ച് യേശു സ്പഷ്ടമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെ തിരുലിഖിതങ്ങളിൽ 10 കുഷ്ഠരോഗികളുടെ സംഭവമാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. യേശു ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ വളരെ അകലെ 10 കുഷ്ഠരോഗികൾ നിൽപ്പുണ്ടായിരുന്നു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഉടനെ അവർ നിലവിളിച്ചു, യേശുവേ, ഗുരു, യേശുവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. അവര് കരഞ്ഞൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞ് അവരെ നിലവിളിക്കുകയാണ്. യേശുവിന് കരുണ തോന്നി. യേശു അവരുടെ കാര്യത്തിൽ ഇടപെട്ടു. യേശു അവരോട് സംസാരിച്ചു. യേശു അവരോട് പറഞ്ഞു, നിങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക, നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി പോവുക. നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുത്ത് സൗഖ്യം പ്രാപിച്ചു എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിക്കൊള്ളുക. യേശു ഈ 10 കുഷ്ഠരോഗികളോടും പറഞ്ഞു. അതാണ് 17-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗ വീണ് പ്രണമിച്ചു നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഈ ഒരു വിജാതീനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഇന്നും ഇത് യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനങ്ങളെ സ്ഥിരീകരിച്ച് ഇന്നും വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഒരാൾ മാത്രം
തിരിച്ചു വന്ന് അവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന് അവൻ നന്ദി പ്രകാശിപ്പിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അത്ഭുതപ്പെട്ട് ചോദിക്കാണ്, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതിനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? എന്താ ഇതിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ മനസ്സ് യേശു വെളിപ്പെടുത്തുന്നത്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ചു, നിങ്ങൾ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോയി, നിങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി, ഒരു കൺവെൻഷന് കൂടി, അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ പങ്കുചേർന്നു, ഒരു ടെലിവിഷൻ ശുശ്രൂഷയുടെ പങ്കുചേർന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ യേശു ക്രിസ്തുവാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചതുപോലെ ഇന്നും പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി കഴിയുമ്പോൾ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു പാപകൃത്യമല്ല. സാക്ഷ്യപ്പെടുത്തുന്നതും അത്ഭുത രോഗശാന്തികൾ ജനത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്നതും ഒരു പാപമായി ചിന്തിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നന്നായി മനസ്സിലാക്കുക, തിരിച്ചറിയുക. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തിക്ക് ഒരു രോഗസൗഖ്യം ലഭിച്ചത് ജനങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അത്ര ഹീനമായ ഒരു കൃത്യമല്ല. അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള ഉന്നതമായ ഒരു കൃത്യം തന്നെ. തോബിത്തിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. അതൊരു ഹീനകൃത്യം, അതൊരു നീചകൃത്യം, അത് തരം താഴ്ന്ന പ്രവൃത്തി, അത് 2ാം തരം പ്രവൃത്തി എന്നല്ല ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എളിയ ജ്ഞാനം അനുസരിച്ച്, പരിശുദ്ധാത്മ പ്രചോദനം അനുസരിച്ച് ദൈവത്തിന്റെ മക്കൾ ആരെങ്കിലും അങ്ങനെ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവരെ പീഡിപ്പിക്കാൻ വേണ്ടി മുതിരരുത്. ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ പീഡിപ്പിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ അവരുടെ അന്തരംഗത്തിലുണ്ട്. കുറച്ചു പേരുടെ ഉള്ളിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഉള്ളവെന്നും ബാക്കിയുള്ളവരിൽ പരിശുദ്ധാത്മാവില്ല എന്നും നാം ധരിച്ചു വശാകരുത്. ഈ എളിയവരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ പ്രേരണ അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ജനങ്ങളുടെ മധ്യേ അവർ ക്ലേശം സഹിച്ച് ഒരുപാട് തരത്തിലുള്ള നാണക്കേടുകളും ബുദ്ധിമുട്ടുകളും അപകർഷതയും പലതരത്തിലുള്ള മാനസിക ഒരു സ്റ്റേജ് ഭയവും അതെല്ലാം അഭിമുഖീകരിച്ച് എങ്കിലും യേശുവിനെ മഹത്വപ്പെടുത്തണം ഒറ്റ വിചാരത്തോടെ അവർ ദൈവസന്നിധിയിൽ അവരുടെ ആ ഒരു എളിയ ആത്മീയ ദൗത്യം അവർ പൂർത്തിയാക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ മറ്റൊരു രംഗം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു ഗരസേനരുടെ നാട്ടിലെത്തി. പിശാച് ബാധിതനായ ഒരുവൻ അവിടെ ഇരിക്കുകയാണ്. അവന്റെ വാസം കല്ലറകളിലായിരുന്നു. അവൻ ചങ്ങലകളാൽ ബന്ധിതനായിരുന്നു. കല്ലുകൾ കൊണ്ട് അവൻ തന്നെ ജനങ്ങൾക്കെല്ലാം ഭീതിയായിരുന്നു അവനെ. എന്തായാലും യേശു അവനിൽ നിന്ന് പിശാചിന്റെ കൂട്ടത്തെ പുറത്താക്കി. അവൻ തന്നെ പറഞ്ഞു, ഞങ്ങൾ ലഗിയോൺ, ഒരു വ്യൂഹമാണ് എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ കൂട്ടത്തെ പുറത്താക്കി. 2000 പന്നികൾ ചത്ത് ആ കടലിൽ ചാടി ചത്തു. അങ്ങനെ വലിയ സംഭവങ്ങൾ ഉണ്ടായി. എന്തായാലും ഈ മനുഷ്യൻ പിശാച് ബാധിത വിടുതൽ പ്രാപിച്ച് അവൻ വെള്ളവസ്ത്രധാരിയായി, അവൻ സുബോധമുള്ളവനായി, അവൻ സാധാരണ നോർമൽ ലൈഫിലേക്ക് അവൻ തിരിച്ചു വന്നു. യേശു മറ്റൊരു ദേശത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം. അവൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാനും കൂടെ നിന്റെ കൂടെ വരട്ടെയോ? അപ്പോൾ ദൈവികമായൊരു ദൗത്യം അവനുണ്ട് എന്ന് യേശു അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുലിഖിതം. അവൻ പറഞ്ഞു, നീ വീട്ടിൽ പോയി സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയി കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. നീ വീട്ടിലേക്ക് പോവുക, നീ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, നീ നിന്റെ ദേശത്തേക്ക് മടങ്ങി ചെല്ലണം. എന്നിട്ട് കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കരുണ കാണിച്ചുവെന്നും നീ പറഞ്ഞു പ്രസിദ്ധമാക്കാൻ വേണ്ടി യേശു ദൗത്യം കൊടുത്ത് അവനെ സ്വദേശത്തേക്ക് മടക്കി അയക്കുകയാണ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 78-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ദൈവം, ജീവിക്കുന്ന കർത്താവ് നമ്മളോടും നമ്മുടെ കുടുംബത്തോടും പല വിധത്തിൽ കരുണാർദ്രമായി ഇടപെടുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം അനുസ്മരിപ്പിച്ചിട്ട് എന്നിട്ട് പറയാം, നിങ്ങൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ അവർക്കത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ നിന്ന് അത് മറച്ചു വെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രാഭവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് നിങ്ങൾ വിവരിച്ചു കൊടുക്കണം. വിവരിച്ച് വർണ്ണിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു രോഗശാന്തി എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കർത്താവ് കുടുംബത്തോട് കരുണ കാണിച്ചു, അല്ലെങ്കിൽ കർത്താവ് കുടുംബത്തെ അപകടത്തിൽ രക്ഷിച്ചു, കർത്താവ് കുടുംബത്തെ കടബാധ്യത രക്ഷിച്ചു, കർത്താവ് കുടുംബത്തെ വലിയൊരു പകർച്ചവ്യാധിയിൽ രക്ഷിച്ചു, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു കുടുംബ തകർച്ചയിൽ നിന്ന് കർത്താവ് കുടുംബത്തെ കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായി രക്ഷിച്ചു. ആ ഒരു കാര്യത്തെ കർത്താവ് രക്ഷിച്ചു ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കരുത്. പിന്നെയോ വിവരിച്ച് പറയണം. ഒരു സാഹിത്യകാരൻ ഒരു പ്രകൃതി ഭംഗി കാണുമ്പോൾ രമണീയമായ ഒരു പ്രകൃതി ദൃശ്യത്തെ മനോഹരമായി വർണ്ണിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഇടപെടലുകളെ വരും തലമുറയ്ക്ക് വിവരിച്ച് വർണ്ണിച്ച് കൊടുക്കണം എന്ന് തന്നെ തിരുലിഖിതങ്ങളിലൂടെ ദൈവമക്കൾക്ക് കൽപ്പനയുണ്ട്. 105-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങളും ഈ കാര്യത്തെ അടിവരയിട്ട് ദൈവജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക, അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. 2 ഡ്യൂട്ടികൾ ദൈവത്തിന്റെ മക്കൾക്കുള്ളതായി ദൈവവചനത്തിലുള്ള ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. 1, ഒരുപാട് നന്ദി, ഒരുപാട് മഹത്വം ദൈവത്തിന് കൊടുക്കുക, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക. 2, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുക. ഇത് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ഉപകാരപ്രദമായ രീതികളാണ്. നന്ദി അർപ്പിക്കുക, യാചനാ പ്രാർത്ഥനകൾ അർപ്പിക്കുക. അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവീൻ. ജനങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ സഭയിൽ കർത്താവ് ചെയ്ത കർത്താവിന്റെ വൻ കാര്യങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ജനതകളുടെ ഇടയിൽ അവിടുന്ന് ചെയ്ത വൻ കാര്യങ്ങളെ ഉദ്ഘോഷിക്കുവിൻ, അവിടുത്തേക്ക് ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. 105-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോബിത്തിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങളിൽ മുഖ്യദൂതനായ റാഫേൽ മാലാഖ ഈ കാര്യം കൊച്ചു തോബിയാസിനെ അറിയിക്കുന്ന രംഗങ്ങളുണ്ട്. റാഫേൽ മാലാഖ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് ദൈവത്തിന്റെ ദൂതുകൾ കൊടുക്കുന്ന റാഫേൽ മാലാഖ കൊച്ചു തോബിയാസിനോട് അനുഗ്രഹത്തിന്റെ ഒരു വഴി പഠിപ്പിക്കുകയാണ്. അതാണ് 12-ാം അധ്യായം 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗങ്ങളും 7-ാം വാക്യവും. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ, നല്ല കാര്യമാണ്, ഉചിതമത്രേ. ദൈവത്തിന്റെ മുഖ്യദൂതൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ വേണ്ടി പ്രവേശിക്കുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ റാഫേൽ മാലാഖ ഈ കാര്യം ഭൂവാസികളെ പഠിപ്പിക്കുകയാണ്. അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് പ്രസിദ്ധമാക്കുന്നത് മഹനീയം തന്നെ. എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ ഇന്നോളം എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിന് വംശത്തിന് വേണ്ടി കർത്താവ് ചെയ്തു. പിതാക്കന്മാരുടെ കാലം തൊട്ട് ഇങ്ങോട്ട് ചിന്തിച്ചു നോക്കുക. കുടുംബത്തിന് വേണ്ടി എത്രയോ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്, എത്രയോ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്, എത്രയോ പകർച്ചവ്യാധികളിൽ നിന്ന് കുടുംബത്തെ കാത്തു പരിപാലിച്ചു, എത്രയോ ദുരന്തങ്ങളിൽ നിന്ന് കർത്താവ് നേരിട്ട് രക്ഷിച്ചു. ഇതെല്ലാം വിവരിച്ച് പറയണമെന്ന് മാത്രമല്ല, അതിനെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കുടുംബങ്ങൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവേ, ഈ നിമിഷങ്ങളെ മഹനീയമാക്കണമേ. ഇപ്പോൾ രോഗികളുടെ മേൽ ഇടപെടണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുന്ന ഈ സമയത്തെ അവിടുന്ന് അനശ്വരമാക്കണമേ. ആരാധന, ആരാധന, എല്ലാ മഹത്വം യേശുവിന്, എല്ലാ സ്തുതികളും പുകഴ്ചകളും പിതാവിന്. ആരാധന, മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ
ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് മഹത്വം യേശുവിന്, കൈയടിച്ച് മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഓ ദൈവമേ, എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞ് ഞങ്ങൾ ചെറുതാണ്, അവിടുന്നാണ് വലിയവൻ, ഞങ്ങൾ നിസ്സാരരാണ്, അവിടുന്ന് മഹത്വമുള്ളവൻ. കർത്താവേ, വെറും കളിമൺ പാത്രങ്ങളാണ് ഞങ്ങൾ, അവിടുന്ന് ശ്രേഷ്ഠം തന്നെ. ആരാധിക്കുന്നു. വീണാലുടയുന്ന മൺപാത്രങ്ങൾ അകരാതെ കാത്തതു നീയല്ലയോ. തട്ടതും തരച്ചത് ഏറെ പെരുന്നാൾ വളർത്തിയതോ നീ കരങ്ങളല്ലോ. മഹത്വം യേശുവിന്, മഹത്വം യേശുവിന്. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവമക്കളെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര പിഴകളെ ബന്ധിക്കുന്ന ചിഹ്നവനുമായി പോകട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. എല്ലാ ക്ഷീണതകളെ ബന്ധിക്കുന്ന കർത്താവേ, എല്ലാ ദുർസ്വഭാവങ്ങളെ ബന്ധിക്കുന്ന കർത്താവേ, എല്ലാ മൂഢചിന്തകളെ ബന്ധിക്കുന്ന കർത്താവേ, മല്ലടിക്കുന്ന പ്രകൃതികൾ യേശുനാമത്തിൽ ശാസിക്കുന്നു, വിട്ടുപോകട്ടെ. ആരാധന ആരാധന. യേശുവേ, കൃപ നിറയട്ടെ, സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ദൈവചിന്തകൾ നിറയട്ടെ, വചനാഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, ക്ഷമ നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, ദൈവഭക്തി നിറയട്ടെ, കുടുംബ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ആരാധന ആരാധന. യേശുവേ യേശുവേ, ആരാധന ആരാധന. യേശുവേ, ആരാധന ആരാധന. തോബിത്തിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 7-ാം ലിഖിതം ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതികൾക്കു യോഗ്യൻ, മഹത്വത്തിനും സർവപുകഴ്ചയ്ക്കും യോഗ്യനേ. സർവജ്ഞാനിയാം സർവവ്യാപിയാം സർവശക്തനാം ദൈവമേ, അങ്ങേ ആരാധിക്കും, അങ്ങേ ആരാധിക്കും, ഞങ്ങൾ ആരാധിക്കും ജീവകാലമെല്ലാം. എല്ലാ ദൈവമക്കളും മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം കുടുംബത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം കർത്താവും അധിപതിയുമായി യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയാണ്. യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നിടത്ത് സാത്താൻ അലറിക്കൊണ്ട് ഓടി മറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് യേശുവിനെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, ദൈവമേ, പിതാവേ, നീ എന്നും മതിയായവൻ. ഹൃദയം നുറുങ്ങി വിളിക്കുന്നു. യേശുവേ, യേശുവേ, ദൈവമേ, യേശുവേ. നീ എന്നും മതിയായവൻ. കുട്ടികളും മുതിർന്നവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, എൻ ദൈവമേ, നീ
മതിയായവൻ നീ എന്നും മതിയായവൻ നീ എന്നും മതിയായവൻ